എല്ലാവർക്കും ജെറാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം. ഇത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വിഭവമാണ് മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നത്. മുട്ട വരട്ടി പൊരിച്ച് എടുത്തത്. ഇത് ചോറിന് വിളമ്പാൻ പറ്റിയ ഒരു കറിയാണ്, ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാത്ത ദിവസം ഒരു രസവും ഈ ഒരു മുട്ട വരട്ടി പൊരിച്ചതും ഉണ്ടെങ്കിൽ ചോറ് നമുക്ക് നന്നായിട്ടൊന്ന് വിളമ്പാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണ എടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ അളവൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. 4 മുട്ടയ്ക്കാണ് ഞാൻ ഈ 2 വലിയ സവാള എടുത്തിരിക്കുന്നത്. ഇത് ഒട്ടും കൂടുതലല്ല, ഇത്രയും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റും തോറും ഇതിന് സ്വാദ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസ് ഇഞ്ചിയും ഒരല്പം ഒരു 4-5 വെളുത്തുള്ളി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് റോ സ്മെല്ലൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി, ഒരു ചെറിയ തക്കാളി മതി. അത് സ്കിന്ന് റിമൂവ് ചെയ്ത തക്കാളിയാണ്. അത് വളരെ ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ തക്കാളി വെന്ത് അതിൽ ഉടഞ്ഞ് ചേരണം. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നവരെ വഴറ്റുക. നേരത്തെ പറഞ്ഞു വഴറ്റുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ട് വഴറ്റുക. ഇനി കുറച്ച് ചിക്കൻ മസാല പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമുക്കിതിന് പകരം ഒരല്പം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്താലും മതി. ഞാൻ പക്ഷേ ചിക്കൻ മസാല പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്തു, ഇനി അവസാനം കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. കാരണം കുരുമുളകിൻ്റെ ഫ്ലേവർ നമുക്ക് ലാസ്റ്റും കൂടെ ഫീൽ ചെയ്യണം. ഇത് കഷ്ണത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളകാണ്. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ പൊടിയാണ് ചേർത്തത്, വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കൂടിപ്പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക വെള്ളം. ഒരു 1/2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് ഈ കഷ്ണം നന്നായിട്ടൊന്ന് വെന്തൊടയണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചത്. ഇതിപ്പം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് 4 മുട്ടയാണ്, ഉപ്പും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇതൊന്ന് അടിച്ചു വെച്ചിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ മുട്ടയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിക്കി ഒന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ നമുക്ക് ഫ്ലേവർ നമുക്ക് കിട്ടണം ഇതിനകത്ത്. കാരണം ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇത് ചോറിൻ്റെ കൂടെയാണ് കൂടുതലും നമ്മൾ വിളമ്പുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കുക, ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഒരല്പം കൂടെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ലാസ്റ്റാണ് ഇത് ചെയ്യുന്നത്. ഇതിട്ടതിന് ശേഷം കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ലാസ്റ്റ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഒരു കറിയാണ്, ചോറിന് വിളമ്പാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ ഞാനിത് രസം ഉണ്ടാക്കുന്ന ദിവസവും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രസത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പ് ഇട്ട റെസിപ്പീസൊക്കെ കാണുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ഐക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യാം.